എനിക്ക് തോന്നുന്നു ആദ്യത്തെ പെൺകുട്ടി എന്ന് പറഞ്ഞാൽ കുടുംബം മുഴുവൻ ഡോക്ടറാണ്. അച്ഛൻ ഡോക്ടർ, അമ്മ ഡോക്ടർ. അപ്പൊ അങ്ങനെ ഡോക്ടർ കുടുംബമാണ്. അതിന് വന്ന് പറയാൻ പറ്റുമോ എന്നെ ഒരുത്തിനുമായിട്ട് ഞാൻ പ്രേമമായിരുന്നു, അവൻ എന്നെ പീഡിപ്പിച്ചു എന്ന് വന്ന് വീട്ടിൽ അറിയിക്കാൻ പറ്റത്തില്ല. പിന്നെ കേസ് കൊടുത്താൽ ഉണ്ടാകുന്ന ഒരു കോൺസിക്വൻസസ്, കാരണം ആ കുട്ടിയുടെ ലൈഫേ പോയി. ഒരു നല്ല ഒരു ക്വാളിഫിക്കേഷൻ, നല്ലൊരു ഡോക്ടർ എന്നുള്ളൊരു പദവി നഷ്ടപ്പെട്ടു. കാരണം ഒരാളിനെ സ്നേഹിച്ചു പോയി, ആ ആളാൽ വഞ്ചിക്കപ്പെട്ടു. പോട്ടെ, അവനിനി എന്തെങ്കിലും ആരെങ്കിലും കൂടെ എന്നെ ഇഷ്ടപ്പെടാത്തത് കൊണ്ടായിരിക്കാം എന്ന് മനസ്സിലാക്കിയാൽ യാഥാർത്ഥ്യം അങ്ങനെ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്തുകൊണ്ട് പിന്മാറിയിരുന്നതാവാം. പക്ഷെ വീണ്ടും ഈ വ്യക്തി വേറെ പെൺകുട്ടികളെ ഇതുപോലെ തന്നെ ചതിയിൽപ്പെടുത്തി വിവാഹം കഴിക്കാൻ അല്ലെങ്കിൽ വാഗ്ദാനം നടത്തി അല്ലെങ്കിൽ പ്രേമിച്ച് ഇതേപോലെ തന്നെ വേറെയും പെൺകുട്ടികളെ ഇങ്ങനെ ചതിക്കുന്നു എന്ന് അറിയുമ്പോൾ ആ ആദ്യം ചതിക്കപ്പെട്ട പെൺകുട്ടിക്ക് തീർച്ചയായിട്ടും നമുക്ക് അവനെ അങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ. എനിക്ക് സംഭവിച്ചത് നാളെ വേറൊരാൾക്കും സംഭവിക്കാൻ പാടില്ല. അപ്പം കാരണം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള വ്യക്തികൾ വേറൊന്നും കൊണ്ട് ഞാൻ പറയില്ല. ഞാൻ എൻ്റെ ഒരുപാട് ആൾക്കാരുമായിട്ട് ഞാൻ അടുത്തിടപഴകുന്ന ഒരാളാണ്. കാരണം ഇതേപോലെ കേസുകളുമായിട്ട് ബന്ധപ്പെട്ട ഞാനൊരു ലോയർ, വക്കീലായതുകൊണ്ട്, അഡ്വക്കേറ്റ് ആയതുകൊണ്ടാണ് ഞാനിത് ആധികാരികമായിട്ട് പറയുന്നത്. കാരണം ഇവരൊക്കെ സൊസൈറ്റിയിൽ ഒരു ഹൈ പ്രൊഫൈൽ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. ഈ ഹൈ പ്രൊഫൈൽ എന്ന് പറയുമ്പോൾ ഈ ഹൈ പ്രൊഫൈൽ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ ഇൻഫ്ലുവൻസ് ഉണ്ടാവും. ഈ രാഷ്ട്രീയ പാർട്ടി ഇവരെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ചായ്വിലായിരിക്കും ഒരു ഹൈ ഇൻഫ്ലുവൻസ് ഉണ്ടാക്കിയിരുന്നത്. ഒരു പാട്ടുകാരനായാലും ഒരു നടനായാലും ഒരു ഡാൻസർ ആയാലും ഏത് തന്നെ ആയാലും നമുക്കൊരു രാഷ്ട്രീയ പാർട്ടിയുടെ ഇൻഫ്ലുവൻസിനും കൂടി ഉണ്ടെങ്കിൽ അവരെ പിന്നെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല, അവരെ കുറിച്ചൊന്നും പറയാൻ പറ്റില്ല. അവരൊരു സമൂഹത്തിൽ ഒരു ഹൈ പ്രൊഫൈൽ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. അപ്പം നമ്മൾ ആരെങ്കിലും ഒരു സ്ത്രീ അവരെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞാൽ അവരെ കൂട്ടമായിട്ട് അറ്റാക്ക് ചെയ്യുന്നതാണ് ഇപ്പോൾ കമന്റ് ബോക്സിലൊക്കെ ഞാൻ കണ്ടത്. കാരണം എന്തുകൊണ്ട് ഇത്രയും ലേറ്റായി? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവരിപ്പോൾ വേണ്ട, പോട്ടെ, എനിക്ക് സംഭവിച്ചത് ഞാനോ നശിച്ചു, എനിക്ക് സംഭവിച്ചത് ഇനി നാണക്കേട്, എൻ്റെ കുടുംബത്തിനെ കൂടി അതൊരു മാനക്കേട് ഉണ്ടാക്കണ്ട എന്ന് കരുതിയിട്ടായിരിക്കും അവർ മാറിപ്പോണത്. പിന്നെ നീ എന്തിന് കേസ് കൊടുത്തു എന്ന് പറയുന്നതിൻ്റെ ഉദാഹരണമാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. വീണ്ടും ഈ വ്യക്തി പല പെണ്ണുങ്ങളെയും പല സ്ത്രീകളെയും ഇതേപോലെ ഉപയോഗിക്കുന്നു എന്ന് കാണുമ്പോൾ നമുക്ക് ആ മാനസികാവസ്ഥയിലേക്ക് എത്തണമെങ്കിൽ നമ്മൾ അവരായിട്ടൊന്ന് ചിന്തിച്ചു നോക്കണം. നമ്മൾ അവരായിട്ട് അപ്പം ചോദിക്കും, ഈ കാണുന്നവന്മാർക്കെല്ലാം കൊടുക്കുക, അവർ പല ആൾക്കാർ പീഡിപ്പിച്ചു എന്നല്ല പറയുന്നത്, അവർ ഒരേ ഒരാൾ പീഡിപ്പിച്ചു എന്നാണ് പറയുന്നത്. അല്ലാണ്ട് എന്നെ കൂട്ടമായിട്ട് എന്നെ അവർ പീഡിപ്പിച്ചു, എന്നെ ഇപ്പുറത്തുകാർ പിടിച്ച് സരിതാ നായർ പറഞ്ഞ കണക്ക് എന്നെ ലവൻ പീഡിപ്പിച്ചു, എന്നെ ഇവൻ പീഡിപ്പിച്ചു, എന്നെ അവിടെ നിന്ന് മുണ്ടോക്കി കാണിച്ചു, ഇതൊന്നും അല്ല പറയുന്നത്. അവർ പറയുന്നത് ഈ ഹിരൺ ശങ്കർ എന്ന് പറയുന്ന റാപ്പർ വേടൻ എന്നെ വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞ് പ്രേമിച്ചു, എന്നെ വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞ് പല സ്ഥലങ്ങളിൽ ഞങ്ങൾ ഒരുമിച്ച് എന്താ പറഞ്ഞ ദാമ്പത്യ ജീവിതം, ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടു. എന്നിട്ട് എന്നെ കറിവേപ്പില പോലെ എടുത്തു കളഞ്ഞു, എന്നെ വേണ്ട എന്ന് വെച്ചു. ഞാൻ ഒരുപാട് തവണ വിളിച്ചു, ഞാൻ ഭയങ്കര ഡിപ്രഷനിലായിപ്പോയി. പിന്നീട് ഞാൻ എൻ്റെ കുടുംബത്തിനെ കുറിച്ച് ചിന്തിച്ചു. ഇതൊക്കെയാണ്. ഇതുകൊണ്ടാണ് അവർ എത്രയും നാളുകളെടുത്തൊരു 3-4 വർഷം എടുത്തു അവർ പഴയ ഒരു അവസ്ഥയിലേക്ക് എത്താനും ഇയാൾക്കെതിരെ പ്രതികരിക്കണം എന്നുള്ള ഉറച്ച ചിന്താഗതിയിൽ എത്താനും എന്ന് മനസ്സിലായിക്കൂടെ എന്നൊന്ന് നമുക്ക് ചിന്തിച്ചൂടെ? അവരുടെ ഭാഗത്തു നിന്നും കൂടി